ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിവിൻ പോളിയുടെ വരാൻ പോകുന്ന 10 വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ്. ഒരു കാലത്ത് മലയാളികൾ ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്ന, ഇത്രയും ആരാധിച്ചിരുന്ന മറ്റൊരു യൂത്ത് നടൻ ഇല്ലായിരുന്നു. സാക്ഷാൽ മോഹൻലാലിന് തന്നെ ടഫ് കൊടുത്തിരുന്ന ഒരു നടനായിരുന്നു നിവിൻ. എന്നാൽ ആ പഴയ നിവിൻ പോളിയെ മറ്റൊരു ചിത്രത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. നിവിൻ പോളിയുടെ തിരിച്ചുവരവിനായി നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത്. ആ പഴയ നിവിൻ പോളിയെ തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ള ചിത്രം ഇതിലേതൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതിലാദ്യത്തേത് ഏഴുകടൽ ഏഴുമല എന്ന ചിത്രമാണ്. 2022 ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തമിഴ് സീരീസ് ആണിത്. റാം സംവിധാനം ചെയ്ത ഈ ചിത്രം പല ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ചിട്ടും ഈ ചിത്രം ഇതുവരെയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. ഈ ചിത്രം ഈ വർഷമെങ്കിലും തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചിത്രം ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രമാണ്. തിരിച്ചുവരവിന് ഒരുങ്ങുന്ന നിവിൻ പോളിക്ക് പ്രതീക്ഷ നൽകി റൗഡി പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നയൻതാരയാണ് നായികയായി എത്തുന്നത്. ജോർജ് ഫിലിം റോയ്, സന്ദീപ് കുമാർ എന്നിവർ ചേർന്നാണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. 2019 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളിയും നയൻതാരയും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അടുത്ത ചിത്രം ശേഖരവർമ്മ രാജാവ് എന്ന ചിത്രമാണ്. അനുരാജ് മോഹനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിവിൻ പോളി തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. എസ് രഞ്ജിത്താണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ചിത്രത്തിൽ നായികയെത്തുന്നത് ഗ്രേസ് ആന്റണിയാണ്. കനകം കാമിനി കലകം എന്ന ചിത്രത്തിന് ശേഷം ഇവർ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സായി പല്ലവിയും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കുന്നു. என் வாழ்வின் ஒளியெல்லாம் இருளாகி போகும் அழகே என் அழகே உனை. നിവിൻ പോളിയെ നായകനാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത്. സായി പല്ലവിയുടെയും നിവിൻ പോളിയുടെയും കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു പ്രേമം. ഈ ചിത്രത്തിന് ശേഷം ഇവർ വീണ്ടും ഒന്നിച്ചെത്തുമ്പോൾ ബോക്സ് ഓഫീസ് കൊലുങ്ങുമെന്ന് ഉറപ്പാണ്. ഇതൊരു റൊമാന്റിക് കോമഡി എന്റർടൈനർ ചിത്രമാണ്. ഷൂട്ടിംഗ് പൂർത്തിയാകാറായ ഈ ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിഖില വിമലും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. വിനയ് ഗോവിന്ദിന്റെ അടുത്ത് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രം അത് ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അഞ്ചാമത്തെ ചിത്രം ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല എന്ന ചിത്രമാണ്. വ്യത്യസ്ത അവതരണ രീതിയിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ചിത്രമാണ് ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല. ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നതും നിവിൻ പോളി തന്നെയാണ്. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ റോണി മാനുവലാണ്. അടുത്ത ചിത്രം ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രമാണ്. യഥാർത്ഥ പോലീസ് ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ സമ്മാനിച്ച് പ്രേക്ഷകരെ ആകർഷിപ്പിച്ച ചിത്രമായിരുന്നു എബ്രിഡ് ഷെയ്നിന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം. നിവിൻ പോളി നായകനായ ചിത്രം മലയാള സിനിമയിൽ അന്നുവരെ പുറത്തിറങ്ങിയ എല്ലാ പോലീസ് കഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥയായിരുന്നു. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. അടുത്ത ചിത്രം ബിസ്മി സ്പെഷ്യൽ എന്ന ചിത്രമാണ്. നിവിൻ പോളിയും ഐശ്വര്യ ലക്ഷ്മിയും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ രാജേഷ് രവിയാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ബാനറിൽ സോഫിയ പോളാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളിയും ഐശ്വര്യ ലക്ഷ്മിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. അൽഫോൺസ് പുത്രനും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കുന്നു. ആ ഒരു വലിയ കംബാക്ക് തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവരുടെ കംബാക്ക് ആയിരിക്കും ഈ ചിത്രത്തിലൂടെ കാണാൻ പോകുന്നത്. ഈ ചിത്രത്തിന്റെ ഷൂട്ട് ഈ വർഷം ആരംഭിക്കുന്നതാണ്. അടുത്ത ചിത്രം ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന നിവിൻ പോളി ചിത്രമാണ്. ആര്യൻ രമണി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം. ഇതുവരെ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. അടുത്ത ചിത്രം അത് ജൂഡ് ആന്റണിയും നിവിൻ പോളിയും ഒരുമിക്കുന്ന ചിത്രമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗും ഈ വർഷം ആരംഭിക്കുന്നതാണ്. അടുത്തത് ഗോകുലം മൂവീസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന നിവിൻ പോളിയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. ഈ ഒരു ചിത്രത്തിന്റെയും ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കുന്നതാണ്. നിവിൻ പോളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ഈ ചിത്രങ്ങളിലൂടെ ബോക്സ് ഓഫീസ് തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന നിവിൻ പോളിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുവെന്ന് കമന്റ് ചെയ്യൂ. ഇനിയും നിവിൻ പോളിയുടെ തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന 10 ചിത്രങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് അടിക്കൂ. നിങ്ങൾ എന്തിനാ ഒളിച്ചോടുന്നേ? ഓടാൻ പറ്റാണ്ടായ പിന്നെ ഒളിച്ചോടേണ്ടി വരും. പിന്നെ അന്ന് ഞാൻ തോറ്റവനാണ്. എന്തൊരു ദാരുണമായ അവസ്ഥയാണ് നിവിൻ്റെ ആലോചിച്ചു. സാക്ഷാൽ ലാലേട്ടന് വരെ മലയാളത്തിൽ കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ള നടനാണ് നിവിൻ പോളി. ഒരു കാലത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിറ്റ്, ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻസ്, സൗത്ത് ഇന്ത്യയിൽ തന്നെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന നടൻ്റെ ഇന്നത്തെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു?